എല്ലാ കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യാൻ മറക്കരുത്. റെഡി, 1 2 3. എല്ലാ കൂട്ടുകാർക്കും നാടൻ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? നമുക്കൊരു നാടൻ പാട്ട് പാടിയാലോ? മാരിമഴകൾ നനഞ്ചേ, ചെറുവയലുകളൊക്കെ നിറഞ്ചേ, പൂട്ടിയൊരുക്കി പറഞ്ചേ, ചെറുഞാറുകൾ കെട്ടിയെറിഞ്ചേ. മാരിമഴകൾ നനഞ്ചേ, ചെറുവയലുകളൊക്കെ നിറഞ്ചേ, പൂട്ടിയൊരുക്കി പറഞ്ചേ, ചെറുഞാറുകൾ കെട്ടിയെറിഞ്ചേ. ഓമല ചെന്തിലമാല, ചെറു കണ്ണമ്മ കാളി കറുമ്പി, വന്നു നിരന്നവർ നിന്നേ, കെട്ടി ഞാറെല്ലാം കെട്ടിപ്പകുത്തേ. ഓമല ചെന്തിലമാല, ചെറു കണ്ണമ്മ കാളി കറുമ്പി, വന്നു നിരന്നവർ നിന്നേ, കെട്ടി ഞാറെല്ലാം കെട്ടിപ്പകുത്തേ. മാരിമഴകൾ നനഞ്ചേ, ചെറുവയലുകളൊക്കെ നിറഞ്ചേ, പൂട്ടിയൊരുക്കി പറഞ്ചേ, ചെറുഞാറുകൾ കെട്ടിയെറിഞ്ചേ. മാരിമഴകൾ നനഞ്ചേ, ചെറുവയലുകളൊക്കെ നിറഞ്ചേ, പൂട്ടിയൊരുക്കി പറഞ്ചേ, ചെറുഞാറുകൾ കെട്ടിയെറിഞ്ചേ. ഒപ്പത്തിൽ നട്ടുകാരേറാൻ അവർ കുത്തിയെടുത്തു കുനിഞ്ചേ, ഒപ്പത്തിൽ നട്ടുകാരേറാൻ അവർ കുത്തിയെടുത്തു കുനിഞ്ചേ. മാരിമഴകൾ നനഞ്ചേ, ചെറുവയലുകളൊക്കെ നിറഞ്ചേ, പൂട്ടിയൊരുക്കി പറഞ്ചേ, ചെറുഞാറുകൾ കെട്ടിയെറിഞ്ചേ. എല്ലാ കൂട്ടുകാരും കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ നാടൻപാട്ട് കേട്ടുവല്ലോ അല്ലേ? ഇനി നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു കഥ കേട്ടാലോ? മണ്ണിലെ നിധി. വിളവ് കുറഞ്ഞ വൃക്ഷങ്ങളെ നോക്കി അയാളിരുന്നു. ആവശ്യത്തിന് വെട്ടും കിളയും ഏറ്റില്ലെങ്കിൽ എങ്ങനെ ഫലസമൃദ്ധിയുണ്ടാവാൻ? പ്രായം തളർത്തിയ ആ ശരീരത്തിന് നന്നായി ജോലി ചെയ്യാനുള്ള കഴിവില്ല. അയാൾക്ക് മുതിർന്ന 4 മക്കളുണ്ട്, നല്ല ആരോഗ്യമുള്ളവർ. കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെയാണ് 4 പേരെയും വളർത്തിയത്. പക്ഷേ അവർക്ക് ജോലിയിലൊന്നും തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. വെറുതെ രസിച്ച് നടക്കണം. പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ നാട് ചുറ്റാനിറങ്ങും. നിറയെ കൂട്ടുകാരുണ്ട്. എല്ലാവരുമായി കളിച്ചും ചിരിച്ചും സമയം അങ്ങനെ പോക്കും. ഉച്ചയൂണിൻ്റെ നേരത്ത് തിരിച്ചെത്തും, പിന്നെയും പോകും. തൻ്റെ കാലം കഴിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കും? അയാൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരു നാൾ ആ കർഷകൻ അസുഖം ബാധിച്ച് കിടപ്പിലായി. മക്കൾ 4 പേരും അടുത്തുണ്ട്. അയാൾ എല്ലാവരെയും നോക്കി പറഞ്ഞു, മക്കളെ, എനിക്കിനി ഏറെ നാളില്ല. ഞാൻ മരിച്ചാൽ പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ല. പറമ്പിൽ പണിയെടുക്കാൻ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നിധി കുഴിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ മരണശേഷം നിങ്ങൾക്ക് അതെടുക്കാം. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് സുഖമായി ജീവിക്കാം. അതുവരെ കഴിയാനുള്ളത് പത്തായത്തിലുണ്ട്. സൂക്ഷിച്ച് ചെലവാക്കണം. അച്ഛന് തങ്ങളോടുള്ള കരുതലോർത്ത് അവർ സന്തോഷിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കൃഷിക്കാരൻ മരിച്ചു. പത്തായത്തിലുള്ള നെല്ല് കുറഞ്ഞു വന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞിരുന്ന കാര്യത്തെക്കുറിച്ച് അവർ ഓർമ്മിച്ചത്. നിധി, അത് കുഴിച്ചെടുക്കണം. നിധി എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്? പറമ്പിലാണെന്നേ പറഞ്ഞുള്ളൂ. പറമ്പിൽ എവിടെ? ഏതായാലും കുഴിച്ചു നോക്കുക തന്നെ. 4 പേരും പറമ്പിൻ്റെ 4 വശത്തു നിന്നും കുഴിച്ചു തുടങ്ങി. ആർക്കായിരിക്കും നിധി കിട്ടുക? എല്ലാ ദിവസവും രാവിലെ മുതൽ അവർ പറമ്പ് കിളയ്ക്കാൻ തുടങ്ങും. നിധി കാണുന്നതേയില്ല. ജോലി ചെയ്ത് ശീലമില്ലാത്ത അവർ തളർന്നു. എന്നാലും ജോലി തുടർന്നു. നിധി കണ്ടുപിടിക്കണമല്ലോ. കൂട്ടുകാരെ വിളിച്ചു. പക്ഷേ അവരാരും പറമ്പിൽ കയറാൻ തയ്യാറായില്ല. ഒടുവിൽ മക്കൾ തന്നെ പറമ്പ് മുഴുവനും കുഴിച്ചു. എന്നിട്ടും നിധി കിട്ടിയില്ല. അവർക്ക് വല്ലാത്ത നിരാശയും ദേഷ്യവും തോന്നി. ഇനി എന്തു ചെയ്യും? വീടിൻ്റെ വരാന്തയിൽ ചെന്നിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു പഴയ സുഹൃത്ത് ആ വഴി വന്നു.
കിളച്ചു മറിച്ചിട്ടിരിക്കുന്ന പറമ്പ് കണ്ട ആ കൃഷിക്കാരൻ പറഞ്ഞു, കൊള്ളാം മിടുക്കന്മാർ, പറമ്പൊക്കെ നന്നായി കിളച്ച് ഇട്ടിരിക്കുകയല്ലേ. കൊള്ളാം മിടുക്കന്മാർ, പറമ്പൊക്കെ നന്നായി കിളച്ച് ഇളക്കിയിട്ടിരിക്കുകയല്ലേ. ഇനി ആവശ്യത്തിനുള്ള വളം ചേർത്താൽ ഈ വൃക്ഷങ്ങളൊക്കെ നന്നായി കായ്ക്കും. കുറച്ച് നെല്ലും വിതയ്ക്കാം, വിത്തും വളവും ഞാൻ തരാം. ഏതായാലും ഇത്രയും ആയില്ലേ, അതുകൂടി ചെയ്യാം. അയാൾ പറഞ്ഞതുപോലെ അവർ ചെയ്തു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പറമ്പിലെ ഫലവൃക്ഷങ്ങളെല്ലാം നന്നായി കായ്ച്ചു. ഇടവിളയായി നല്ല നെല്ലും കിട്ടി. ഇതുവരെ ആ പറമ്പിൽ നിന്ന് അത്രയും വരുമാനം ഉണ്ടായിട്ടില്ല. അവർ ഉറപ്പിച്ചു. അച്ഛൻ പറഞ്ഞ നിധി ഇതുതന്നെ. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായല്ലോ അല്ലേ? ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ ചെയ്യാം. ഉത്തരം കണ്ടെത്തുക. കർഷകന്റെ മക്കളുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു? കർഷകന്റെ മക്കൾക്ക് കൃഷിയിലൊന്നും തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ നാട് ചുറ്റാനിറങ്ങും. നിറയെ കൂട്ടുകാരുണ്ട്. അവരുമായി കളിച്ചും ചിരിച്ചും സമയം ചെലവഴിക്കും. ഉച്ചയൂണിൻ്റെ നേരത്ത് തിരിച്ചെത്തും. കർഷകന്റെ പറമ്പിൽ വിളവ് കുറയാൻ കാരണമെന്ത്? കർഷകന് പ്രായമായി. ജോലി ചെയ്യാനുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു. ആവശ്യത്തിന് വെട്ടും കിളയും ഏൽക്കാത്തതിനാൽ ഫലവും കുറഞ്ഞു. കർഷകന്റെ അലസന്മാരായ മക്കൾ കൃഷിയിൽ അയാളെ സഹായിച്ചതുമില്ല. മക്കൾ നിധി കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചതപ്പോൾ അച്ഛൻ അസുഖം ബാധിച്ചു മരിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പത്തായത്തിലെ നെല്ലെല്ലാം തീരാറായി. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞ നിധിയുടെ കാര്യം അവർ ഓർത്തത്. ജീവിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ അവർ ആ നിധി കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചു. അവർ ഒടുവിൽ കണ്ടെത്തിയ നിധി എന്തായിരുന്നു? പറമ്പ് മുഴുവൻ കിളച്ചിട്ടും അച്ഛൻ പറഞ്ഞ നിധി അവർക്ക് കണ്ടെത്താനായില്ല. നിരാശരായ അവർ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് വിത്തിറക്കുകയും അതിൽ നിന്ന് ധാരാളം വിളവ് ലഭിക്കുകയും ചെയ്തു. ഇതാണ് അവർ കണ്ടെത്തിയ നിധി. കണ്ടെത്തി എഴുതുക. കർഷകൻ്റെയും മക്കളുടെയും സ്വഭാവ സവിശേഷതകൾ എഴുതുക. കർഷകൻ: അധ്വാനശീലൻ, ബുദ്ധിമാൻ, സ്നേഹസമ്പന്നൻ, നല്ല കർഷകൻ. മക്കൾ: അലസർ, സുഖലോലുപർ, ലക്ഷ്യബോധമില്ലാത്തവർ, അധ്വാനശീലമില്ലാത്തവർ. പിരിച്ചെഴുതാം. നിങ്ങൾ, എങ്ങനെ എന്നീ പദങ്ങൾ ചേർത്ത് നിങ്ങളെങ്ങനെ എന്നാക്കിയിരിക്കുന്നു. ഇതുപോലെ പദങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി പിരിച്ചെഴുതൂ. ശീലമില്ലാത്ത, ശീലം ഇല്ലാത്ത. പണിയെടുക്കാൻ, പണി എടുക്കാൻ. വൃക്ഷങ്ങളൊക്കെ, വൃക്ഷങ്ങൾ ഒക്കെ. ശീലമില്ലാത്ത, ശീലം ഇല്ലാത്ത. നോക്കിപ്പറഞ്ഞു, നോക്കി പറഞ്ഞു. ആശയം എഴുതാം. വാക്യം പൂർത്തിയാക്കി ആശയം വിശദീകരിക്കുക. എള്ളുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം. നന്നായി അധ്വാനിച്ചാൽ സുഖമായി ജീവിക്കാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അധ്വാനിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകൂ. അധ്വാനത്തിലൂടെ സുഖവും സന്തോഷവും ലഭിക്കുന്നു. കഥ പറയാം. കർഷകൻ നിധിയെക്കുറിച്ച് മക്കളോട് പറഞ്ഞിരുന്നില്ലെങ്കിൽ എന്തായിരിക്കാം സംഭവിക്കുക? കഥ വികസിപ്പിച്ച് എഴുതുക. കർഷകൻ മരിച്ചപ്പോൾ അലസന്മാരായ അയാളുടെ മക്കൾ വളരെ കഷ്ടത്തിലായി. പത്തായത്തിലെ നെല്ലെല്ലാം തീർന്നു. ഇനി എന്തു ചെയ്യും? മക്കൾ ആലോചിച്ചു. അച്ഛനുള്ളപ്പോൾ ഒന്നും അറിഞ്ഞിരുന്നില്ല. എന്തുമാത്രം കഷ്ടപ്പെട്ടാവും അച്ഛൻ ഞങ്ങളെ നോക്കിയിട്ടുണ്ടാവുക. ഒരു ജോലി നേടണം. അവർ ജോലി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. എന്നാൽ മൂത്ത മകൻ അച്ഛനെ പോലെ നല്ലൊരു കർഷകനാകാൻ തീരുമാനിച്ചു. അയാൾ പറമ്പെല്ലാം കിളയ്ക്കാൻ തുടങ്ങി. വൈകുന്നേരമായപ്പോഴേക്കും അയാൾ ക്ഷീണിച്ച് അവശനായി. അച്ഛൻ തനിച്ചൊഴുക്കിയ വിയർപ്പ് കൊണ്ടാ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. തനിക്ക് ഒരിക്കലും അച്ഛനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ക്ഷീണിച്ച് ചിന്തയിലാണ്ടിരിക്കുന്ന മകനെ അച്ഛൻ്റെ പഴയൊരു സുഹൃത്ത് കണ്ടു. പറമ്പെല്ലാം കിളച്ചിരിക്കുന്നത് കണ്ട് അയാൾ സന്തോഷിച്ചു. അയാൾ പറഞ്ഞു, മകനെ, നിനക്കെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. നിനക്ക് കൃഷി ചെയ്യാൻ വേണ്ട വിത്തും വളവും ഞാൻ തരാം. അങ്ങനെ അവൻ കൃഷി ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ദിവസം ജോലിയൊന്നും കിട്ടാതെ അലഞ്ഞു നടന്ന മറ്റു സഹോദരന്മാർ ജ്യേഷ്ഠനോടൊപ്പം കൃഷിപ്പണിയിൽ ഏർപ്പെടാനും അധ്വാനിച്ച് ജീവിക്കാനും തീരുമാനിച്ചു. പഴഞ്ചൊല്ല് പൂർത്തിയാക്കുക. സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാം.
വിത്താഴം ചെന്നാൽ പത്തായം നിറയും. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. പദശേഖരം. കൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ശേഖരിക്കാം. ഞാറ്, കൊയ്ത്ത്, തൂമ്പ, കലപ്പ, വളം, വിതയ്ക്കൽ, വയൽ, മെതിക്കൽ. കൂട്ടുകാർക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.